السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. സ്നേഹമുള്ള വിശ്വാസിനികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവ്വലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹു അവൻ്റെ കാവൽ നൽകി നമ്മുടെ പ്രയാസങ്ങൾക്കൊക്കെ ആശ്വാസം നൽകി നമ്മുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ ദീനിൽ, തൗഹീദിൽ അടിയുറച്ച് ജീവിച്ച് മുന്നോട്ട് പോകാനും തൗഹീദിൻ്റെ വക്താക്കളായി മരണത്തെ സ്വീകരിക്കാനും പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹവും തൗഫീഖും ഒന്നുകൊണ്ട് മാത്രം അൽഹംദുലില്ലാ
ഈ ഒരു കുറഞ്ഞ സമയം ഇൻഷാ അല്ലാഹ് നമ്മുടെ ജമാഅത്തിന് നമ്മൾ പിരിയുന്ന രൂപത്തിലുള്ള ഒരു കുറഞ്ഞ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാനും കേൾക്കാനും ഇവിടെ നമുക്കൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. മരണത്തോടുകൂടി തുടങ്ങുന്ന പുതിയ ജീവിതത്തിൽ നമ്മുടെ കർമ്മങ്ങൾ മാത്രം നമുക്ക് തുണക്കുണ്ടാകുന്ന സന്ദർഭത്തിൽ ഖബറിലും പരലോകത്തും മീസാനിലും ഹിസാബിൻ്റെ സന്ദർഭത്തിലുമൊക്കെ നമുക്ക് അനുകൂലമായി തീരുന്നൊരു സൽക്കർമ്മമായി ഈ സംസാരത്തെ, കേൾവിയെ, ഇതിൻ്റെ സംഘാടനത്തെ അള്ളാഹു നമ്മിൽ നിന്ന് പരിഗണിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ ഒരു ലോകം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന, നാം ഒരുപക്ഷെ ഇന്ന് ഒരു സ്വപ്നം പോലെ വിചാരിക്കുന്ന കാര്യം നാളെ അത് യാഥാർത്ഥ്യമായി തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അഥവാ നമ്മളൊരു പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നമ്മളൊരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ചിരുന്ന എത്രയോ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും പ്രവാസികളായി ഒരുപാട് കാലം ജീവിച്ച് പിന്നീട് ഇവിടെ നാട്ടിൽ ഇനിയുള്ള കാലം അങ്ങനെ നാട്ടിൽ തന്നെ ആകാം എന്നൊക്കെ തീരുമാനിച്ച് ആ നിലക്ക് മുന്നോട്ട് പോയ ആളുകളുണ്ടാകും, പ്രത്യേകിച്ചും പ്രായമായ ആളുകളുടെ കൂട്ടത്തിലൊക്കെ. ഇത്തരം ആളുകളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഒന്ന് അവിടെ നിന്നൊന്ന് നാട്ടിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഒരു വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. അയലോക്കത്തെ ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ ഒരു ഫോണോ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടുണ്ടായാൽ അത് വലിയൊരു സൗഭാഗ്യമായിരുന്നു. പിന്നീട് ഫോണുകളൊക്കെ യഥേഷ്ടം ലഭ്യമായി. കണ്ട് സംസാരിക്കുക എന്നുള്ളതൊക്കെ എത്രയോ വലിയ അത്ഭുതമായിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ അതും യാഥാർത്ഥ്യമായി. അതിൻ്റെ അപ്പുറത്ത് ഇന്നിപ്പോൾ ഗൾഫിൽ പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് തൊടാനും പിടിക്കാനും അടുത്തുണ്ടാവില്ല എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമുക്കിടയിൽ ജീവിക്കണത് പോലെ കണ്ടും അറിഞ്ഞും അതാത് സെക്കൻഡുകളിൽ വിവരങ്ങൾ ചോദിച്ചും പറഞ്ഞും കൈമാറിയും പക്ഷേ ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലൊക്കെ കൊണ്ടുപോയി ആക്കി വിട്ടു പോരുകയാണെങ്കിൽ നമ്മൾ പെരീക്കെത്തുമ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയിട്ടോ എന്ന് പറഞ്ഞ മെസ്സേജ് വരുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സാഹചര്യങ്ങൾ മാറി. കണ്ടുപിടുത്തങ്ങൾ ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പം നമ്മളെ കുട്ടികളെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുള്ളത് 24 മണിക്കൂറും അവൻ ഫോണിലാണ് എന്ന് കുട്ടികളെക്കുറിച്ച് നമ്മൾ പറയും. അപ്പോൾ കുട്ടികളോട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളും ഉമ്മയും നിങ്ങളും ഉപ്പയും വീട്ടിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളും പറയും അത് ഫോണിൻ്റെ കാര്യമാണ് പറയും. ഇനി അടുത്ത ഒരു ഘട്ടമെന്ന് പറഞ്ഞാൽ, അടുത്ത ഘട്ടം എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ തന്നെ ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഫോണിന് പകരം കണ്ണടയാണ് എന്നാണ്. കണ്ണട ഇങ്ങനെ ഇപ്പം നമ്മൾ കണ്ണട വെച്ചാൽ അതിലിങ്ങനെ നമുക്ക് കാണേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അതിൻ്റെ അപ്പുറത്ത് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ അകത്ത് ചിപ്പ് വെക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അതും പലയിടത്തും പല നാടുകളിലും അത് പരീക്ഷണാടിസ്ഥാനത്തിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അഥവാ
ഇനി ഒന്നും വേണ്ട, ഇതിങ്ങനെ 24 അവർ ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമ്മളെ ചിന്തകളും കാര്യങ്ങളൊക്കെ ബാക്കി ചില ആളുകൾക്ക് ഈ സിസ്റ്റം വെച്ച് അവരുടെ സിസ്റ്റത്തിൽ കാണാൻ പറ്റുന്നൊക്കെ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ കണ്ടുപിടുത്തങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ പറയും, അവൻ്റെ ഒരു ബുദ്ധി, ഓനാണ് അങ്ങനെയുള്ള. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് പഠനരംഗത്തൊക്കെ വളരെ മികവ് പുലർത്തിയൊരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടിയോട് പറയും, അവൻ നോക്കാം അവൻ്റെ ഒരു ബുദ്ധിയും വിവരവും എന്ന് നമ്മൾ പറയും. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഏതൊരാളെക്കാളും ബുദ്ധിയുള്ള മനുഷ്യൻ ആരാണ്? അത് പറയാനാണ് ഞാൻ ഈ ആമുഖം പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയാണ്, കുൻതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജാഅഹു റജുലുൻ മിനൽ അൻസാർ. ഞാനിങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ഫജാഅഹു റജുലുൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ അവിടെ കടന്നു വന്നു. ഫസല്ലമ അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുമ്മ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മനുഷ്യൻ ചോദിച്ചു, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഏറ്റവും നല്ല മനുഷ്യന്മാരാരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹ്സനുഹും ഖുലുഖ, ഓരോ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളത് ആരാണോ ഓരാണ് ഏറ്റവും നല്ല ആൾക്കാർ. വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകൾ ആരാണോ അവരാണ് വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ. ഇപ്പോൾ ഈ വന്ന മനുഷ്യൻ ചോദിച്ചു, ഫഅയ്യുൽ മുഅ്മിനീന അക്കിയസ്, റസൂലേ, വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളാരാണ്? ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യനാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റാ, തൻ്റെ മരണത്തെക്കുറിച്ച് എപ്പോഴും ധാരാളമായി ചിന്തിക്കുകയും വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, ആ മരണത്തിനപ്പുറം വരാനുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുകയും ചെയ്യുന്നതാരാണോ ഉലൈക്കൽ അക്കിയാസ്, അവരാണ് ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ. ഈ അവസാനം പറഞ്ഞതാണ് നമ്മുടെ ഇന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയം. നമ്മുടെ വിജ്ഞാനവേദിയുടെ വിഷയമായി നമ്മൾ തിരഞ്ഞെടുത്തത് ഒരുങ്ങാം നാളേക്ക് വേണ്ടി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ ഒരുക്കം നടത്തുന്നത് ആരാണോ നാളെ വരാനുള്ള ആ ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുന്നതും തയ്യാറാകുന്നതും ഉലൈക്കൽ അക്കിയാസ്, അവരാണ് ഏറ്റവും ബുദ്ധിയുള്ള ആളുകളെന്നാണ്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിൽ ശ്രദ്ധയുള്ള ആളുകൾ ആരാണോ അവരാണ് മനുഷ്യൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളുകളെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തി, ബുദ്ധിയുള്ള ആളുകളെന്ന് പറഞ്ഞാൽ വരാനുള്ള മരണത്തിനപ്പുറമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുന്നവരാണ് എന്ന് പഠിപ്പിച്ചുവെങ്കിൽ അതേ കാര്യമാണ് ആ ഒരുക്കം നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം സൂറത്തുൽ ഹശറിൻ്റെ 18-ാമത്തെ ആയത്താണ് ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ചത്. ആ ആയത്ത് ബോധപൂർവം എനിക്കൊന്ന് ഹിഫ്ളാക്കണമെന്ന് വിചാരിച്ചു പഠിക്കാതെ തന്നെ പല ആവർത്തി പല വിഷയങ്ങളിൽ പല ക്ലാസ്സുകളിൽ ഖുതുബകളിൽ ഖുർആൻ ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ട് നമുക്ക് മനപ്പാടുള്ള ആയത്താണത്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. 2 തവണ ആയത്തിൽ ആ വിശ്വാസികളെയാണ് ആദ്യം വിളിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു,
വിശ്വാസികളെ എന്നാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്തുള്ള വിളിയാണ് യാ അയ്യുഹല്ലദീന ആമനു എന്നത്. മുൻഗാമികൾ പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ട് വിശ്വാസികളെ എന്ന് വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തിയാൽ പിന്നീട് ആ ആയത്തിൽ പറയുന്ന കാര്യം എന്താണോ അത് അവൻ്റെ മേൽ നിർബന്ധമാണ് എന്ന്. ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വിശ്വാസികളെ നിങ്ങൾ ഇന്നൊരു കാര്യം ചെയ്യണം എന്നായിരിക്കും. അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ആ ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. ചിലപ്പോൾ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്നായിരിക്കും. ഇന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല, അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നായിരിക്കും. ആ കാര്യം ചെയ്യാതെ അതിൽ നിന്ന് വിട്ടു നിൽക്കലും വിശ്വാസിക്ക് നിർബന്ധമാണ് എന്നാണ്. അപ്പോൾ ആ വിളിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ 2 തവണ പറഞ്ഞു ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. ആവർത്തിച്ച് തഖ്വയുടെ കാര്യം ഓർമ്മപ്പെടുത്തിയ 2 വാക്കിൻ്റെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയം വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളെ വരാനുള്ള ജീവിതത്തിന് വേണ്ടി, നാളേക്ക് വേണ്ടി നിങ്ങളെല്ലാവരും എന്ത് ചെയ്തു വെച്ചു, എന്തൊരുക്കി വെച്ചിട്ടുണ്ട് എന്ന പരിശോധന നടത്തണം. തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി ഓരോരുത്തരും എന്ത് ചെയ്തു എന്ന കൃത്യമായ ആത്മപരിശോധന നിങ്ങൾ നടത്തണം. വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുകയും വേണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ് ആയത്തിൽ അല്ലാഹു പറഞ്ഞത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഏറ്റവും നന്നായിട്ട് മരണത്തിനപ്പുറമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവന് ബുദ്ധിയുള്ളവനാണ്. ആ ഒരുക്കം എത്ര കണ്ട് നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് നിങ്ങൾ പരിശോധിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ ഇസ്ലാമിൻ്റെ 4ാമത്തെ ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നമ്മളോട് പറഞ്ഞൊരു ഉപദേശമുണ്ട്. ആ ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ, അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ, ഇപ്പം നമ്മൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു, 2025 ഡിസംബർ 6-ാം തീയതിയുടെ മഗ്‌രിബ് എന്നുള്ളത് ഇനി ഒരിക്കലും അത് തിരിച്ചു വരില്ല, അത് കഴിഞ്ഞു. ഇതിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവ് നമ്മളടുത്ത് നിന്ന് ഇങ്ങനെ അകന്ന് നമ്മളിങ്ങനെ പോവുകയാണ്. പരലോകമാകട്ടെ അതിങ്ങനെ നമ്മളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് യാത്ര വന്നുകൊണ്ടിരിക്കാൻ അല്ലേ. ഒരു ദിവസം കഴിയുമ്പോൾ ഒരു ദിവസം പരലോകം ഇങ്ങോട്ട് അടുത്തേക്ക് എത്തിക്കണം. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഈ 2 കാര്യത്തിനും, ദുനിയാവിനും പരലോകത്തിനും അതിൻ്റേതായ ആളുകളുണ്ട്. ദുനിയാവിൻ്റെ ആൾക്കാരായി ജീവിക്കുന്നവരുണ്ട്, പരലോകത്തിൻ്റെ ആൾക്കാരായി ജീവിക്കുന്നവരുണ്ട്. എന്നിട്ട് അദ്ദേഹം നമ്മളോട് പറഞ്ഞ ഉപദേശം തരുമോ, കൂനൂ മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയ. വിശ്വാസികളെ, നിങ്ങൾ പരലോകത്തിൻ്റെ ആൾക്കാരാകണം, നിങ്ങൾ ഒരിക്കലും ദുനിയാവിൻ്റെ ആളുകളാകരുത്. എന്നിട്ട് ആ ഉപദേശം അലി റളിയല്ലാഹു അൻഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ, ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം അഥവാ ഈ ജീവിതം ഉണ്ടല്ലോ, ഇത് അമലുൻ വല ഹിസാബ്, ഇത് അമലിൻ്റെ ദിവസമാണ്, ഇതിലൊരിക്കലും ഹിസാബ് ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ നിസ്കരിച്ചു, നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, ഇപ്പോൾ ഈ ചട്ടിപ്പറമ്പ് അങ്ങാടിയിൽ മുസ്ലിം പേരുള്ള എല്ലാവരും ഇപ്പം ഒന്ന് മഗ്‌രിബ് നിസ്കരിച്ചിട്ടുണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. ഇങ്ങോട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആരെങ്കിലും അങ്ങാടിയിൽ ഓലൊക്കെ പാടെ വിളിച്ചു കൂട്ടിയിട്ട് ജന്തിസ്കരിക്കാമെന്ന് ആരെങ്കിലും ചോദിച്ചോ? ഇല്ല. ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ ഈ സൊഫിലുണ്ടായിരുന്ന എല്ലാവരുടെ നിസ്കാരം ഒരേപോലെ പടച്ചവൻ പരിഗണിച്ചിട്ടുണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ, ഏറ്റവും വ്യത്യാസങ്ങൾ ഉണ്ടാവും.
പക്ഷെ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ അളന്നിട്ടാ നിൻ്റെ നിസ്കാരം എത്രയേ ഉള്ളൂ കേട്ടോ എന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. ഇത് ചെയ്യാനുള്ള ദിവസമാണ്. ചെയ്തോ ചെയ്തില്ലേ, ചെയ്തത് എത്ര ഉണ്ടായിരുന്നു എന്നൊന്നും ഇവിടെ ആരും നോക്കൂല, വിചാരണ ഉണ്ടാവില്ല. വഗദൻ, നാളെ, ഹിസാബുൻ വല അമൽ, നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഹിസാബിൻ്റെ ദിവസമാണ്. അവിടെ അമലുണ്ടാവില്ല. പരലോകത്ത് നിസ്കരിച്ച നിസ്കാരം എത്ര വൃത്തിയും വെടുപ്പുണ്ടായിരുന്നു, നിസ്കരിച്ച നിസ്കാരത്തിന് എത്ര കണ്ട് ഇഖ്ലാസ് ഉണ്ടായിരുന്നു, നിസ്കരിച്ച നിസ്കാരം എത്ര കണ്ട് ഇത്തിബാഴോടുകൂടി നിർവഹിച്ചിട്ടുണ്ട്, വിചാരണയാണ് അവിടെ നടക്കുക. അവിടെ ആരും എന്നാ പഠിച്ചവൻ അതിൽ കുറവുണ്ടെങ്കിൽ ഒന്നും കൂടി നിസ്കരിച്ച് വരാമെന്ന് പറയാനുള്ള അവസരം അവിടെ ഉണ്ടാവില്ല. ഈ 3 കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളതിൻ്റെ ആകത്തുക. ഇതാണ് ബേസ്. ഈ 3 കാര്യങ്ങളിൽ നിന്നുകൊണ്ട് അല്പം ചില ചോദ്യങ്ങൾ, പ്രസംഗിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, അല്പം ചില ചോദ്യങ്ങൾ എന്നോടും നിങ്ങളോടും ചോദിച്ച് ഉത്തരം കണ്ടെത്തുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ 3 അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാളേക്ക് വേണ്ടി ഒരുങ്ങുന്നവൻ ബുദ്ധിയുള്ളവനാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആ ഒരുക്കം എത്ര കണ്ട് നിങ്ങളിൽ ഉണ്ട് നിങ്ങൾ പരിശോധിക്കണം. ഈ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച കാര്യങ്ങളെ പഠിച്ചു മനസ്സിലാക്കിയ മഹാനായ അലി റളിയല്ലാഹു അൻഹു നമ്മളോട് പറഞ്ഞു, മനുഷ്യന്മാരെ ആ ഒരുക്കം നടത്തേണ്ടത് വിടുന്ന കേട്ടോ, നാളെ അതിന് സമയം ഉണ്ടാവില്ല. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ സഹോദരങ്ങളെ അങ്ങനത്തെ ഒരു ജീവിതത്തിന്? നമ്മുടെ ഒരുക്കം പൂർണ്ണമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ നമുക്കറിയാം SIR ഒക്കെ ആയി ബന്ധപ്പെട്ട് അതിൻ്റെ ഫോം ആദ്യത്തെ ഒരു ഡേറ്റ് നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ ആരെങ്കിലും ഒരു അലസമായി നിർവഹിച്ചിട്ടുണ്ടാവുമോ? അതറിയണവരോടൊക്കെ ചോദിച്ച് അതിൻ്റെ പിന്നാലെ നടന്ന് അത് BLO അങ്ങോട്ട് പോയി കണ്ട് ഇതിൻ്റെ എഴുതേണ്ട ആൾക്കാരോട്, ചിലപ്പോൾ ഈ മുതിർന്ന ആൾക്കാർ പലപ്പോഴും കുട്ടികളോട് നോക്കാം അത് എല്ലാ കാര്യവും വെച്ച് താമസിപ്പിക്കണമായിരുന്നു, ഇതങ്ങനെ വെച്ചിരിക്കണ്ട കേട്ടോ എന്ന് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ. പക്ഷേ സഹോദരങ്ങളെ, മരണത്തിനപ്പുറമുള്ള ജീവിതത്തേക്ക് ഇങ്ങനത്തെ ഒരു ഒരുക്കവും ഇത് കൃത്യമാണ് എന്നുള്ളൊരു ഉറപ്പ് വരുത്തലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു പൂർണ്ണതയിലേക്ക് എത്താനുള്ളൊരു പരിശ്രമമൊക്കെ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് തീരെ ദീനിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത, ഒരു പരലോകമുണ്ടെന്നൊരു വിശ്വാസമൊന്നുമില്ലാതെ, മരണത്തിനപ്പുറം ഖബറുണ്ട്, പരലോകമുണ്ട്, ഹിസാബുണ്ട്, മീസാനുണ്ട്, സിറാത്തുണ്ട്, അവിടെ ജന്നത്തും നാറും ഒക്കെ ഉണ്ട് എന്ന് അതൊന്നും അറിയാതെ ജീവിക്കണ ആരും നമ്മളെ കൂട്ടത്തിലുണ്ടാവില്ല. അങ്ങനെ മരിക്കണതോടുകൂടിയാണ് ജീവിതം അവസാനിക്കും, അങ്ങനെ ഒരു പരലോകം, നാളെ പുതിയൊരു ജീവിതമൊന്നും വരാനില്ല എന്ന് ചിന്തിക്കണവരൊരിക്കലും ഈ ഒരു സദസ്സിൽ വന്നിരിക്കില്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖിനാൽ ആ യാഥാർത്ഥ്യം വിശ്വസിച്ച് ജീവിക്കണവരാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹു ആ ഈമാനിൽ നമ്മളെ നിലനിർത്തുമാറാകട്ടെ. പക്ഷെ നമ്മളിൽ സംഭവിക്കുന്നത് അറിയോ, ഒരു പൂർണ്ണത ഉണ്ടാവില്ല. ചില കാര്യത്തിൽ ഭയങ്കര ഉഷാറാകാരം, ചില കാര്യത്തിൽ തീരെ ശ്രദ്ധ ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, വിശ്വാസികളെ നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. കപട വിശ്വാസികളെ കുറിച്ച് പറഞ്ഞത് എന്താ? ലാ ഇലാഹ ഉലാ വലാ ഇലാഹ ഉലാ മുദബ്ദബീന ബൈന ദാലിക്, ലാ ഇലാഹ ഉലായി വലാ ഇലാഹ ഉലാ മുദബ്ദബീന ബൈന ദാലിക്, മുദബ്ദബീന ബൈന ദാലിക് ലാ ഇലാഹ ഉലാ വലാ ഇലാഹ ഉലാ. രണ്ടിൻ്റെ അടിയിൽ കടന്നിങ്ങനെ കളിച്ചു, അങ്ങോട്ടും ഉണ്ടാവില്ല, ഒരു പൂർണ്ണതയ്ക്ക് എത്തി ഉണ്ടാവില്ല. ചിലതിലുണ്ട്, ചിലതിലില്ല. അങ്ങനെയല്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായ ഇസ്ലാമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് എല്ലാ തലത്തിലുമുള്ളൊരു ശ്രദ്ധ നമുക്കുണ്ടാകണം. നമ്മളിവിടെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, നമ്മളിവിടെ വിശ്വസിച്ച് പോകേണ്ട കാര്യങ്ങൾ, പ്രവർത്തിക്കേണ്ടത്, നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകേണ്ടത്, പെരുമാറ്റ കാര്യങ്ങളിൽ ഉണ്ടാകേണ്ടത്, നമ്മുടെ ബാധ്യതയായി വരുന്ന കാര്യങ്ങൾ, എല്ലായിടത്തുമുള്ള ഒരു ഒരുക്കവും ശ്രദ്ധയും നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്ന് സഹോദരങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ എല്ലാ മേഖലയിലും, ഇപ്പോൾ ചില ആൾക്കാരുണ്ടല്ലോ, നിസ്കാരത്തിന് പള്ളിയുടെ ഒന്നാമത്തെ സൊഫ്ക്ക് എങ്ങനെയായാലും എത്തും.
പക്ഷേ സക്കാത്ത് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ നിസ്കാരവും സക്കാത്തും നോമ്പും കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധ ഉണ്ടാവും. ചിലപ്പോൾ ആൾക്കാർ നമ്മളെക്കുറിച്ച് പറയും സംഗതിയൊക്കെ ശരിയാണ് കേട്ടോ, മൂപ്പര് ദീനീ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറാണ്, എത്ര വേണമെങ്കിലും പിരിവ് വരും, പക്ഷേ ആ പൈസ കിട്ടുമ്പോഴേക്ക് എന്തൊക്കെ മൂപ്പര് പറയാമെന്ന് നമുക്കറിയില്ല. അത് ഒരു സ്വഭാവം എങ്ങനെയെന്ന് നമുക്ക് നേരത്തെ പറയാൻ കഴിയാത്തൊരവസ്ഥ. ചില ആളുകൾ എല്ലാ കാര്യത്തിലും ഉഷാറാക്കാരം. നമ്മളെ ഭാര്യനോടെങ്ങാനും നിങ്ങളെ കെട്ടിയുണ്ടല്ലോ മാഷാ അല്ലാ അയാൾ ഭയങ്കര സംഭവമാട്ടോ എന്ന് പറഞ്ഞാൽ മുപ്പത്തിയേരം ഇങ്ങനെ മൂക്കത്ത് വരലക്കും എൻ്റെ കെട്ടിയതിനെ കുറിച്ച് തന്നെയാണ് ഇപ്പം നിങ്ങളിത് പറയണേ എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. അപ്പോൾ ദീനീ കാര്യം, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ, പള്ളിയായി ബന്ധപ്പെട്ട കാര്യത്തിൽ, നാട്ടുകാരോട് സംസാരിക്കുന്ന കാര്യത്തിലൊക്കെ ഉഷാറാക്കാരം. പക്ഷെ വീട്ടിലെത്തിയാൽ സ്വന്തം കുട്ടികളെയും കുടുംബത്തിൻ്റെയും കാര്യത്തിൽ അയാൾ ഭയങ്കരമായി പരാജയപ്പെട്ടു പോയിട്ടുണ്ടാകും. സഹോദരങ്ങളെ, എല്ലാ കാര്യങ്ങളും വിചാരണക്ക് വരൂലേ? നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റ രീതികൾ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളോടുള്ള നമ്മുടെ സമീപനം ഒക്കെ പരലോകത്ത് വിചാരണ ഉണ്ട്. ഏത് കാര്യത്തിൽ പരാജയപ്പെട്ടാലും അനുഭവിക്കേണ്ടി വരുന്ന കുറേ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാ തലങ്ങളിലും ഒരുങ്ങിയിട്ടുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ കുട്ടികൾ 1-2 മാസം കൂടി കഴിഞ്ഞാൽ SSLC പരീക്ഷ വരികയാണ്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ചിലപ്പോൾ കുട്ടികളോട് പറയും ഇന്ന കാര്യങ്ങളിലൊക്കെ ജോക്കാണ്, പക്ഷെ ഇതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ പറയും. എല്ലാ തലവും ശ്രദ്ധിക്കണം. 5 മാർക്കിന് എഴുതാനുള്ളൊരു ഉത്തരം ഇരുന്നാണ് എഴുതി, അപ്പുറത്തുള്ള 2 മാർക്കിൻ്റെ ഇപ്പുറത്തുള്ള 10 മാർക്കിൻ്റെ ഒന്നും പരിഗണിച്ചിട്ടില്ലെങ്കിലോ അവൻ നന്നായി പരീക്ഷ എഴുതി നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങോട്ടും അങ്ങനെ എടുത്ത് കാണിച്ചു തരാം, അതാ നോക്കി ഈ 5 മാർക്കിൻ്റെ ഞാൻ എത്ര എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് കാര്യമല്ല, അപ്പുറത്തിപ്പുറത്ത് എഴുതേണ്ടതും കൂടി എഴുതണ്ടേ. അങ്ങനെയാകുമ്പോൾ സഹോദരങ്ങളെ, എല്ലാ രംഗത്തുമുള്ളൊരു ശ്രദ്ധ നമുക്കുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ നിസ്കാരം, നമ്മുടെ ആരാധനാ കാര്യങ്ങൾ നമ്മളെടുത്താൽ നമ്മുടെ നിസ്കാരത്തിൽ നമുക്കൊരു കണിശത. അത് ബാങ്ക് കൊടുത്താൽ അത് കച്ചവടത്തിൻ്റെ എവിടെയാണെങ്കിലും അതൊന്ന് തൽക്കാലം ഒന്ന് ആ കടയടച്ച് കണ്ട് ഒന്ന് പള്ളിയിൽ പോകാൻ. ചിലപ്പോൾ ആ കടയടച്ച് പള്ളിയിൽ പോകുന്ന ആ ഒരു 5 മിനിറ്റിൽ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും വെച്ചാൽ ഒരു 2 ആളൊക്കെ കടയിൽ വന്ന് പോയിട്ടുണ്ടാവും. പഠിച്ചോനെ, ആ 2 ആളെ കച്ചവടത്തെക്കാളും വലുതാണ് എനിക്ക് ആ പള്ളിയിൽ പോയിട്ടുള്ള ആ 4 റക്അത്ത് നിസ്കാരം എന്ന് ചിന്തിച്ച് ഒന്ന് പള്ളിക്കെത്താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ. അല്ലാഹനെ ഓർക്കുന്നതിനെക്കുറിച്ച്, നിസ്കാരം നിലനിർത്തുന്നതിനെക്കുറിച്ച്, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ അവരുടെ കച്ചവടവും വ്യാപാരവും വ്യവസായവും ഒന്നും അവർക്കൊരിക്കലും തടസ്സം നിൽക്കില്ല. എന്താ അവരുടെ പ്രത്യേകത? യഖാഫൂന യൗമ, അവർക്കൊരു ദിവസത്തെക്കുറിച്ച് പേടിയുണ്ട് എന്ന് പറഞ്ഞത്. കണ്ണും ഹൃദയവുമൊക്കെ നടുങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെക്കുറിച്ച് പേടിയുള്ളത് കൊണ്ടാണത്. അതാണ് നമുക്ക് നാളെ വരാനുള്ള ലോകം. അപ്പം നാളെ വരാനുള്ള ജീവിതത്തെക്കുറിച്ച് ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ എന്ത് കച്ചവടത്തിൻ്റെ തിരക്കിലാണെങ്കിലും നിസ്കാരത്തിൻ്റെ കാര്യം പോലും മറക്കൂല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൽ ഒരു വിഭാഗം ആളുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അങ്ങനത്തെ വിഭാഗത്തിലാണോ ഞാനും നിങ്ങളും ഉള്ളത്? സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കേണ്ട നിസ്കാരം അത് ജമാഅത്തായി പരമാവധി നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? ഇനി ഒരു ജമാഅത്ത് നമുക്ക് കിട്ടാതെ പോയാൽ ആ കിട്ടാതെ പോയ ജമാഅത്തിൻ്റെ കാര്യത്തിൽ പടച്ചോനോട് പറയാവുന്ന ഒരു ഉദ്ർ നമുക്ക് ഉണ്ടാകുമോ? പക്ഷേ എന്നെ കാരണം കൊണ്ടാണ് എനിക്കത് കിട്ടാതെ പോയത് എന്ന് എനിക്ക് എൻ്റെ റബ്ബിനോട് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റും. ഞാൻ ആ സമയത്ത് യാത്രക്കാരനായിരുന്നു. ഒരിക്കലും എനിക്ക് ആ യാത്രക്കിടയിൽ ഇറങ്ങി നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയിലുള്ളൊരു യാത്ര ആയിരുന്നില്ല. അതുകൊണ്ട് പടച്ചോനെ, ആ ജമാഅത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം രോഗാവസ്ഥയിലായിരുന്നു റബ്ബേ, അതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറ്റുന്നൊരവസ്ഥയിലാണ് നമ്മളെങ്കിൽ അള്ളാഹു തന്നെ നമുക്ക് നൽകിയ ഓഫർ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് എന്താ? ഒരാൾ ആരോഗ്യമുള്ള സമയത്ത്, നാട്ടിലുള്ള സമയത്ത് ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ രോഗമോ യാത്രയോ അയാൾക്ക് ഇതിന് തടസ്സമായാലും ആ പള്ളിയിൽ പോയതുപോലത്തെ കൂലി നമുക്ക് പടച്ചോൻ തരുന്നൻ.
അങ്ങനത്തെ ഒരു ശ്രദ്ധ. ഇന്നത്തെ സുബഹ് നമുക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുമോ? ഇപ്പം കഴിഞ്ഞൊരാഴ്ച എടുത്താൽ എത്ര നിസ്കാരം നമുക്ക് ജമാഅത്ത് കിട്ടിയിട്ടുണ്ടാവും? എത്ര നിസ്കാരം ജമാഅത്ത് കിട്ടിയില്ല, പക്ഷെ ഇങ്ങനെ ഉദുർ പറയാൻ പറ്റിയതുണ്ടാകും? സഹോദരിമാരൊന്ന് ചിന്തിച്ച് നോക്കി. ജമാഅത്തിന് പള്ളിയിൽ പോകാൻ പറ്റുമെങ്കിൽ അതിന് നിങ്ങൾക്കും കൂലി കിട്ടും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കാര്യത്തിൽ അത് നിർബന്ധമാക്കിയില്ല. എന്നാലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണേ. ഒന്ന് കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് ആ നിസ്കാരത്തിൻ്റെ കാര്യം നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ റബ്ബേ? കഴിഞ്ഞൊരാഴ്ചയിലെ കാര്യം മാത്രം എടുത്ത് നോക്കി. സഹോദരങ്ങളെ, നമ്മൾ ആ പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒന്നാമതായി നമ്മുടെ ഈ ആരാധനയുടെ കാര്യത്തിൽ, ഇബാദത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും സജീവമായ ശ്രദ്ധ നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു വിഷയമാണല്ലോ നിസ്കാരം. ഒരിക്കലും പടച്ച റബ്ബ് ഒഴിവാക്കുക എന്നുള്ള, സ്ത്രീകൾക്ക് അവരുടെ പ്രത്യേകമായ ചില സന്ദർഭങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പ്രായപൂർത്തിയും പക്വതയെത്തിയ ഒരു മനുഷ്യനെ ഒഴിവാക്കുക എന്നുള്ള സംഭവം ജീവിതത്തിൽ ഇല്ലാതെ നിർവഹിക്കേണ്ട ഒരു കാര്യമാണല്ലോ നിസ്കാരം. അതിലെത്ര കണ്ട് സജീവത നമുക്കുണ്ട്. ഇനി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു പേജെങ്കിലും എനിക്ക് പരലോകത്ത് കൂലി കിട്ടാൻ, എത്രയാണോ നീ ഓതിയത് അതിനനുസരിച്ച് നീ സ്വർഗത്തിൻ്റെ ഉന്നതികളിലേക്ക് കയറിപ്പോവുക എന്ന ആഹ്വാനം ഉണ്ടാകുമ്പോൾ, പടച്ചോനെ എനിക്ക് ആ സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിലെത്താൻ ഈ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര പേജ് ഞാൻ ഓതിയിട്ടുണ്ടാകും? ഏറ്റവും അവസാനമായി ഞാൻ ഖുർആൻ പാരായണം നിർവഹിച്ചത് എന്നായിരിക്കും? ഒന്നൊന്ന് ആലോചിച്ച് നോക്കുകയാണ് ഈ സഹോദരങ്ങളെ. നമ്മൾ പരലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾ ശരിക്ക് എന്തെല്ലാം പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മളെ താടി കാണുമ്പോഴേക്ക് പരിഹസിക്കാൻ ആളുകളുണ്ട്. നമ്മളൊന്ന് നെരിയാണിക്ക് മുകളിൽ വസ്ത്രം കയറ്റിയെടുക്കുമ്പോഴേക്ക് അത് നോക്കി ചിരിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. നിങ്ങൾ കുറച്ച് ഇങ്ങനെ എന്ത് കണ്ടാലും അത് പറ്റൂല അത് പറ്റൂല പറഞ്ഞ് ജീവിക്കണവരാണെന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കാൻ ആൾക്കാരുണ്ട്. സ്വന്തം കുടുംബത്തിലൊരു കല്യാണപ്പേരി പോയാൽ പോലും സ്വന്തം ബന്ധുക്കളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് വരെ കുത്തുവാക്ക് കേൾക്കേണ്ട അവസ്ഥ നമുക്കില്ലേ? ഇതൊക്കെ തരണം ചെയ്ത് ജീവിക്കണത് ഒരു പരലോകം വരാണ്ടെന്നും അവിടെ എനിക്ക് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ സഹോദരങ്ങളെ, അങ്ങനെ ആഗ്രഹിക്കണം നമുക്ക് ഖുർആനൊന്ന്, ആ പരലോകത്തേക്ക് വേണ്ടി ആ ഖുർആനൊന്നെടുത്ത് ഓതാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് ഒന്ന് കൃത്യമായി ഒന്ന് അദ്കാറുകൾ ചൊല്ലാൻ നമ്മളൊക്കെ എത്ര ദിവസമായിട്ടുണ്ടാകും ഒന്ന് അള്ളാഹ്ക്ക് വേണ്ടി ഒന്ന് ദിക്ർ ചൊല്ലിയിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വളരെ എളുപ്പം. ഇപ്പോൾ നമുക്കറിയാം സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ആ ഒരൊറ്റ ദിക്റിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, മീസാനിൽ ഏറ്റവും കനം കൂടുന്നത്. ഇപ്പം പറഞ്ഞു വന്നത്, നമ്മൾ ചൊല്ലുന്ന ദിക്ർ ഇപ്പോൾ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം പറയാൻ എളുപ്പമാണ്, മീസാനിൽ ഏറ്റവും കനം കൂടുന്നതാണ്, പടച്ചോന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അപ്പം അതിൻ്റെ കൂലി എത്രയാണ്? നമ്മൾ പറയുന്ന അസ്തഗ്ഫിറുല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തൂബ ലിമൻ വജദ ഫീ സ്വഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറ. തൻ്റെ കർമ്മരേഖയിൽ ധാരാളം അസ്തഗ്ഫിറുള്ള കാണാൻ പറ്റുന്നത് ആർക്കാണോ അവന് എൻ്റെ മംഗളാശംസകൾ. നാളെ പരലോകത്തെ നമ്മുടെ കർമ്മരേഖയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണേണ്ട ഒരു ദിക്റാണ് അസ്തഗ്ഫിറുള്ള. ശരിക്കും നിസ്കാരം കഴിഞ്ഞിട്ടൊരു 3 അസ്തഗ്ഫിറുള്ള എങ്കിലും പറയാൻ സഹോദരങ്ങളെ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ? അതുപോലെ ഇപ്പോൾ നമ്മൾ ചൊല്ലുന്ന മിക്കവാറും ആളുകളൊക്കെ ചൊല്ലുന്ന ദിക്റായിരിക്കും. ഈ ഒരു ദിക്ർ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, ചൊല്ലുന്ന ആളുകൾ ചിലപ്പോൾ അതിൻ്റെ ഒരു പുണ്യം അത്ര അറിഞ്ഞ് ചൊല്ലണതാവില്ല. വേറെ ചില ആളുകൾ ഇതുവരെ ചൊല്ലാത്തവരുണ്ടാവും, അവരത് തുടങ്ങാനും കൂടി വേണ്ടിയാണ്. ഒരിക്കൽ സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തുപോയി. അപ്പോൾ ജുവൈരിയ റളിയല്ലാഹു അൻഹ ദിക്ർ ചൊല്ലി അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം ഒരു ളുഹാ സമയമൊക്കെ ആയപ്പോൾ ആ ഒരു ടൈമിൽ കയറി വരുന്നത്. അപ്പോഴും അവർ ഈ ദിക്ർ ചൊല്ലി തന്നെയാണ് ഉള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയാണ്, ജുവൈരിയ, ഞാൻ നിങ്ങളെ വിട്ടുപോയതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, നിങ്ങൾ ഇത്രയും നേരം ചൊല്ലി. എത്ര നേരം? സുബഹി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ളുഹാ സമയത്തിൻ്റെ ഒക്കെ അത്രയും സമയം നിങ്ങൾ ഇരുന്ന് ചൊല്ലിയ ദിക്റുണ്ടല്ലോ, ആ ദിക്റും നിങ്ങളുടെ അടുത്തുനിന്ന് ഞാൻ പോയിട്ട് ഒരു 4 വാക്ക് 3 തവണ ഞാൻ ചൊല്ലി. അതും പരലോകത്ത് അതിൻ്റെ തൂക്കം നോക്കുമ്പോൾ ഞാൻ ചൊല്ലീനാ കേട്ടോ കനം കൂടുക എന്ന് പറഞ്ഞു. ഏതാ ദിക്ർ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖി വറിളാ നഫ്സി വസിനത അർശി വമിദാദ കലിമാതി. അത് നമ്മൾ പ്രഭാതത്തിൽ നമ്മളെ അദ്കാർ സുബാഹിൽ 3 തവണ നമ്മൾ ചൊല്ലുന്ന ദിക്ർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. ഇന്നത്തെ വിജ്ഞാനവേദിക്ക് വന്നിട്ട് ഈ ദിക്ർ അറിയാതെ ഇങ്ങോട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിജ്ഞാനവേദി നമുക്ക് തരുന്ന ഒരു സമ്മാനം ഈ ദിക്റാണ്. നിങ്ങളതിൻ്റെ അർത്ഥം ആലോചിച്ച് നോക്കുകയാണേ, ആ ദിക്റിന് എങ്ങനെയും മഹത്വം അല്ലാതിരിക്കുക. എന്താ നമ്മൾ പറഞ്ഞത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിൻ്റെ മഹത്വത്തെ ഞാൻ വാഴ്ത്തുന്നു. അദദ ഖൽഖിഹി, നിൻ്റെ സൃഷ്ടികളുടെ എണ്ണത്തോളം. സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് എത്ര സൃഷ്ടിയുണ്ട്! അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ച പടപ്പല്ലേ ബാക്കിയൊക്കെ. അള്ളാഹ്ക്ക് എത്ര സൃഷ്ടികളുണ്ട്! ഞാൻ ഒന്ന് നമുക്ക് ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റിയ സാധനമല്ലല്ലോ. നിങ്ങൾ ശരിക്ക് നമ്മളെ വീട്ടിൻ്റെ ചുമരുമ്പൊക്കെ ഇങ്ങനെ നോക്കണേ, ഒരു ഉറുമ്പ് ഇങ്ങനെ വരിയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിലെത്ര എണ്ണം ഉണ്ടാവും? ആ ഉറുമ്പാണോ ചിലപ്പോൾ മുറ്റത്തിറങ്ങിയാൽ നമ്മൾ കാണുന്ന ഉറുമ്പ്? എന്തൊക്കെ തരം ഉറുമ്പുകളുണ്ട്, എത്ര എണ്ണുണ്ട്! ജീവിതത്തിൽ നമ്മൾ കഴിച്ച മത്സ്യങ്ങളുടെ ഇനങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിച്ചത് എത്ര ടൈപ്പ് മത്സ്യങ്ങൾ മാത്രം കടലിലുണ്ട്. കടലിനകത്ത് എന്തെല്ലാം തരം ജീവജാലങ്ങളുണ്ട്. ഈ ദുനിയാവിൽ, ഈ ഭൂമിക്ക് പുറത്ത് എന്തൊക്കെ ജീവികളുണ്ട്. മലക്കുകളൊക്കെയും അള്ളാഹിൻ്റെ സൃഷ്ടികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാനലോകത്ത് ഒരു ശ്രേഷ്ഠമായൊരു ഭവനമുണ്ട് മലക്കുകൾക്ക് വേണ്ടി. അതിൻ്റെ പേര് ബൈത്തുൽ മഅ്മൂർ. ആ ബൈത്തുൽ മഅ്മൂറിൻ്റെ പ്രത്യേകത, എല്ലാ ദിവസവും 70,000 മലക്കുകൾ അതിൽ പ്രവേശിക്കും. ഇന്ന് പ്രവേശിച്ച മലക്ക് ഇനി ഇലാ യൗമിൽ ഖിയാമ അതിൽ പ്രവേശിക്കില്ല. ഓരോ ദിവസവും പുതിയ 70,000 പ്രവേശിക്കുക. മലക്കുകളുടെ എണ്ണം എത്രയാണ്? നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ എണ്ണം നമുക്കറിയോ? എന്താ നമ്മൾ അള്ളാഹിനോട് പറഞ്ഞത് പ്രഭാതത്തിൽ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖി. പടച്ചോനെ, നിൻ്റെ സൃഷ്ടികളുടെ അത്രയും എണ്ണം അത്ര തവണ റബ്ബേ ഞാനിതാ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ എന്ന് പറയുന്നു. വറിളാ നഫ്സി, പടച്ചവനെ നിനക്ക് തൃപ്തിയാകുന്ന അത്ര, നിനക്കിഷ്ടമാകുന്ന അത്ര അളവിൽ ഞാൻ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ എന്ന് പറയുന്നു. വസിനത അർശി, അല്ലാഹുവേ നിൻ്റെ അർശിൻ്റെ തൂക്കത്തോളം. എത്ര അള്ളാൻ്റെ അർശ്! അപ്പോൾ നമുക്കൊക്കെ ആയത്തുൽ കുർസി അറിയും അല്ലേ? ആയത്തുൽ കുർസിയിൽ നമ്മൾ പറയണത് എന്താ? വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്. അള്ളാഹുവിൻ്റെ കുർസിയെ ആകാശഭൂമികളോളം വിശാലമാണ്. ആ കുർസിയെക്കുറിച്ചും അർഷിനെക്കുറിച്ചൊക്കെയുള്ള വിശദീകരണങ്ങളിൽ നമുക്ക് കാണാം. കുർസി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? അള്ളാഹുവിൻ്റെ സിംഹാസനമല്ല, അർഷാണ് അള്ളാഹിൻ്റെ സിംഹാസനം എന്ന് നമ്മൾ പറയണേ. ആ അർഷിലിരിക്കുന്ന റബ്ബ് പാദം വെക്കുന്ന സ്ഥാനമാണ് കുർസി എന്നാണ്. എന്നിട്ട് അത് മനസ്സിലാകാനുള്ളൊരു ഉപമ നമുക്കതിൻ്റെ വിശദീകരണങ്ങളിൽ കാണാം. ഒരു വലിയ മരുഭൂമി, ആ വലിയ മരുഭൂമിയിൽ ഒരു മോതിരം എന്തെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ
ആ മരുഭൂമിയുടെ വലുപ്പവും ഈ മോതിരത്തിൻ്റെ വലുപ്പവും താരതമ്യം ചെയ്താൽ ആ മരുഭൂമി എത്ര വലുതായിരിക്കും? അതുപോലെയാണ് കുർസീൻ്റെ അടുത്ത് ആകാശവും ഭൂമിയും കൊണ്ടുപോയി വെച്ചാൽ അത്ര ചെറുതായിരിക്കും ആകാശവും ഭൂമിയും എന്നാണ്. കാരണം അത്ര വലുതാണ് കുർസി. ആ കുർസീനെ അർശിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചാലും ഇതേ വ്യത്യാസം ഉണ്ടാവുന്നതാണ്. കുർസിയും അർഷും താരതമ്യം ചെയ്യുമ്പോൾ അർഷൊരു മരുഭൂമിയോളം വിശാലാണെങ്കിൽ കുർസിയെ ഒരു ചെറിയൊരു മോതിരത്തിൻ്റെ വലുപ്പത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അർഷ് എത്ര വലുതാ? നമ്മളെന്താ പ്രാർത്ഥിക്കണത്? വസിനത അർഷി, ആ അർഷിൻ്റെ ഭാരത്തോളം പടച്ചോനെ ഞാനിതാ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയണു. വമിദാദ കെലിമാത്തി, അല്ലാഹുവേ നിൻ്റെ കെലിമത്തുകൾ എഴുതി തീർക്കാൻ എത്ര അളവിൽ മഷി വേണം? വിശുദ്ധ ഖുർആൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത് എന്താ? മുഴുവൻ സമുദ്രങ്ങളും മഷിയായി, ലോകത്തുള്ള മുഴുവൻ മരങ്ങളും പേനയായാലും പടച്ചോൻ്റെ കെലിമത്തുകൾ എഴുതി തീർക്കാൻ കഴിയൂല. അത് എഴുതി തീർക്കാൻ എത്ര മഷി വേണ്ടി വരും? ഉണ്ടാവില്ലല്ലോ. അത്രയും അളവിൽ പടച്ചോനെ ഞാൻ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയണു. അതാണ് ആ ദിക്ർ. സഹോദരങ്ങളെ, ആ ദിക്ർ ചൊല്ലാൻ നമുക്ക് എത്ര സമയം മതി? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി എന്ന ദിക്ർ ചൊല്ലാൻ എത്ര സമയം വേണം? പക്ഷെ അതിന് കിട്ടണ ആ ദിക്റിൻ്റെ ഒരു വ്യാപ്തി നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജുവൈരിയ നീ ഇത്ര സമയം ചൊല്ലിയതിനേക്കാളും ഞാനാ ചൊല്ലിയതിനാണ് കേട്ടോ കൂലി കിട്ടുക. അത്രയും മഹത്വമുണ്ടതിന്. സഹോദരങ്ങളെ, ഇങ്ങനെ ചൊല്ലാനും പറയാനും ചെയ്യാനും ഒക്കെ പഠിപ്പിച്ച കാര്യങ്ങളിലുള്ള ഒരു ശ്രദ്ധ, നാളേക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണ് നമ്മളെങ്കിൽ നമ്മളിലുണ്ടോ? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ പറയാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണങ്ങി നിൽക്കുന്ന ഒരു മരത്തിൽ, ഒരു ചെറിയൊരു മരത്തടി, അതിൽ തൻ്റെ കയ്യിലുള്ള വടി കൊണ്ടൊന്ന് ശക്തമായിട്ട് അടിച്ചു. അപ്പോൾ അതിൽ ഉണങ്ങിയ ഇലകളൊക്കെ ഇങ്ങനെ താഴെ വീണ്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, ഈ 4 ദിക്ർ ചൊല്ലുന്ന ആളുകളിൽ നിന്ന് ഈ മരത്തിൻ്റെ ഉണങ്ങിയ ഇല താഴെ വീണ പോലെ അവരുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും. നാളേക്ക് വേണ്ടി ഒരുങ്ങുന്ന ആൾക്കാരാണ് നമ്മളെങ്കിൽ സഹോദരങ്ങളെ, ജീവിതത്തിലൊന്ന് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് ഒക്കെ പറയാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ എന്നാലോചിക്കണം. അങ്ങനെ ചൊല്ലിപ്പറയാൻ പഠിപ്പിച്ചത്, ചെയ്തു കാണിക്കാൻ പഠിപ്പിച്ചത്, ഇങ്ങനെ ഇബാദത്തിൻ്റെ മേഖലകളിലുള്ള ഒരു സജീവ ശ്രദ്ധ നമ്മളിലുണ്ടാകണം. അത് മാത്രം മതിയോ? പോരല്ലോ. നമ്മൾ നമ്മുടെ സ്വഭാവ രംഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ സ്വഭാവം ശ്രദ്ധിക്കുക. പോരും കുശുമ്പും പകയും വിദ്വേഷവും ഇല്ലാത്ത, പിണക്കമില്ലാത്ത, അകൽച്ചകളില്ലാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും വക്കാണോ ഇല്ലാത്ത ഒരു ജീവിതം നമുക്കുണ്ടോ? അതിൻ്റെ മഹത്വം എത്രയാണ്? നമ്മൾ ആഗ്രഹം നാളെ സ്വർഗം കിട്ടണമെന്നല്ലേ സഹോദരങ്ങളെ? സ്വഹാബത്ത് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരാൾ ഇവിടെ ഇപ്പോൾ കടന്നു വരും. ഇങ്ങനെ എല്ലാവരും നോക്കിയെന്നു. നമ്മളെപ്പോലെ അല്ലല്ലോ സ്വഹാബത്ത്. ഇങ്ങനെ അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പണിയെടുത്ത് നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഓരോട് നബി പറയാണ്, ഇതാ നിങ്ങളൊക്കെ ആഗ്രഹിക്കണ സ്വർഗം കിട്ടണ ഒരാൾ ഇപ്പോൾ ഇവിടെ കയറി വരും കേട്ടോ. നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. വഹിയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹാബത്ത് ഇങ്ങനെ കാത്തുന്നു. ഒരു മനുഷ്യൻ കയറി വന്നു. അവിടെ താടിയിൽ നിന്ന് ഇങ്ങനെ ആ വുളു എടുത്തതിൻ്റെ വെള്ളം ഇങ്ങനെ ഇറ്റി വീഴുന്നുണ്ട്. ഇടത്തെ കയ്യിലിങ്ങനെ ചെരുപ്പൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കയറി വന്നു. അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തന്നെ ആവർത്തിച്ചു. അപ്പോൾ ഇതേ മനുഷ്യൻ അവിടെ കയറി വന്നു. മൂന്നാമത്തെ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പോൾ ഇവിടെ വരും. ഇതേ വ്യക്തി ഇതേ അവസ്ഥയിൽ അവിടെ കയറി വന്നു. അപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറഞ്ഞു സ്വഹാബത്തിനോട്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് പോയി നോക്കട്ടെ. കാരണം സ്വർഗാവകാശിയായ ഒരാൾ ഇവിടെ കയറി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോഴൊക്കെയും ഇയാൾ തന്നെയാണല്ലോ വരുന്നത്.
അപ്പോൾ എന്താ ഇപ്പോൾ നമ്മൾ ചെയ്യണതിനേക്കാളും അധികമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തുള്ളത് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് ഇങ്ങനെ അവിടെ താമസിക്കാനുള്ള അനുവാദമൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ വിരുന്നിനൊരു പ്രത്യേകത ഉണ്ട്. വിരുന്ന് വന്നാൽ ശരിക്ക് വന്ന ആൾക്കാരോടൊരു 3 ദിവസം കഴിയാതെ എന്തിയെ പോകുന്നു എന്ന് ചോദിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ ഗേറ്റിങ്ങ് കാണുമ്പോൾ തന്നെ എന്തിയാ ഇപ്പോൾ പോകുന്നു ചോദിക്കും. അല്ല, സിറ്റ് ഔട്ടൊക്കെ കയറണേ ഉണ്ടാവുള്ളൂ. ചെരുപ്പ് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഈ വൈക്കൊന്നും കാണില്ലല്ലോ എന്തിയാ പോകുന്നു ചോദിക്കും. ശരിക്കും ഈ വിരുന്ന് വന്ന ആൾക്കാരോട് 2-3 ദിവസമായിട്ടും ഇങ്ങനെ പോകണില്ല, വരി തന്നെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പോൾ 3 ദിവസം നിന്നു. 3-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ സത്യത്തിൽ നിങ്ങളുടെ അടുത്ത് വന്നത് ചില കാര്യങ്ങൾ നോക്കാനാണ്. കാരണം നിങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴൊക്കെ നിങ്ങളാണ് വന്നത്. അപ്പോൾ എന്താണ് നമ്മളെക്കാൾ അധികം നിങ്ങൾ ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൂടെ തന്നെ കൂടിയത്. പക്ഷേ ഞങ്ങളൊക്കെ ചെയ്യണതൊക്കെ തന്നെയാണ് നിങ്ങളിലും ഞാൻ കണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളീ കണ്ടത് തന്നെയാണ് എൻ്റെ ജീവിതം, ഞാൻ ഇപ്പോൾ ഇതിനേക്കാൾ അധികം ഒന്നും ചെയ്യണില്ല. പിന്നെ അങ്ങനെ പോരാനൊരുങ്ങുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ മനസ്സിൽ ആരോടും ഒരു പകയും വിദ്വേഷവും ചതിയൊന്നും കൊണ്ടുനടക്കലില്ല. പടച്ചോൻ ആർക്കെങ്കിലും ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ അസൂയ കാണിക്കലില്ല. അതിൻ്റെ വേറെ റിപ്പോർട്ടിൽ കാണാം, ഒരു രാത്രി പോലും മനസ്സിൽ ഒരാളോട് പകയും വിദ്വേഷം വെച്ച് ഞാൻ ഉറങ്ങിയിട്ടില്ല. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുതന്നെയാണ് നിങ്ങളെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചത്, അതെല്ലാവരെ കൊണ്ടും കഴിയണതല്ല. സഹോദരങ്ങളെ, ചിന്തിച്ച് നോക്കി, ഇന്നലത്തെ രാത്രി നമ്മൾ ഉറങ്ങിയില്ലേ? ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ വീട്ടിൽ ചെന്ന് ഉറങ്ങാൻ കിടക്കൂലേ? നമുക്ക് പറയാൻ പറ്റുമോ ഈ ലോകത്തൊരു മനുഷ്യനോടും ഒരു വെറുപ്പും പകയും പിണക്കവും വിദ്വേഷവും അകൽച്ചയും മനസ്സിൽ സൂക്ഷിക്കാതെയാണ് ഒരാൾക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ പേരിലും ഒരസൂയയും അതിനോടുള്ളൊരു കുശുമ്പും മനസ്സിലില്ലാതെയാണ് റബ്ബേ ഇതാ ഞാൻ കിടക്കാൻ ഒരുങ്ങുന്നത് എന്ന് പടച്ചോനെ സാക്ഷി നിർത്തി പറയാൻ പറ്റുമോ സഹോദരങ്ങളെ? നമുക്ക് ഇന്നത്തെ ദിവസം ഒരാളോടും തെറ്റാതെയാണ് ഞാനിപ്പോൾ ഈ കിടക്കാൻ ഒരുങ്ങണതെന്ന് പറയാൻ. ഈ ദുനിയാവിൽ ഒരു മനുഷ്യനോടും എനിക്ക് പിണക്കമില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ചിലർ സ്വന്തം ബാപ്പയോടും ഉമ്മയോടും പോലും മിണ്ടിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും. എല്ലാ ദീനീ കാര്യങ്ങളിലും ആക്റ്റീവായിട്ടുണ്ടാവും. പക്ഷെ ജ്യേഷ്ഠനും അനുജനും എന്നോ തെറ്റിയതാണ്, അത് ഇപ്പോഴും മിണ്ടൂല. ഒരു 2 അടി മണ്ണ് അങ്ങോട്ടാണ് ഈ കാല് കുത്തണ്ടെന്നുള്ള വിഷയത്തിൽ തുടങ്ങിയ ചർച്ചയും തർക്കവും ഇപ്പോഴും തീർന്നിട്ടില്ല. സാധാരണ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ നോമ്പെടുക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ത്യാഗങ്ങളേറെ സഹിച്ച സ്വഹാബത്ത് പോണ സ്വർഗം കിട്ടാൻ ആഗ്രഹിച്ച് ജീവിക്കണം. നമുക്ക് സ്വന്തം ജ്യേഷ്ഠൻ്റെ മുഖത്ത് നോക്കിയാണ്ട് അസ്സലാമു അലൈക്കും, എന്നോടുള്ള എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ഇട്ടൊന്ന് മറക്കണം കേട്ടോ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റണില്ല. ഇങ്ങോട്ട് നമ്മൾ ഉമ്മയ്യത്ത് പാറക്കല്ല് നെഞ്ചത്ത് കയറ്റി വെച്ചപ്പോൾ അഹദ് എന്ന് പറഞ്ഞുകാണ്ട് പിന്നെ തൗഹീദ് പ്രഖ്യാപിച്ച ബിലാൽ റളിയല്ലാഹുവിൻ്റെ ത്യാഗമൊക്കെ പറയുമ്പോൾ നമ്മളെ കണ്ണിങ്ങനെ നിറയും അല്ലേ? മിസ്അബ് റളിയല്ലാഹു മദീനയിലേക്ക് പ്രബോധകനായി പോയതും തലമറച്ചാൽ കാലുമറച്ചാൽ തലമറയാത്ത ഒറ്റ വസ്ത്രം ബാക്കിയാക്കി മിസ്അബ് സഹിച്ച റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹിച്ച ത്യാഗത്തിൻ്റെ ചരിത്രങ്ങളും കഥകളൊക്കെ പറയുമ്പോൾ തീയിലേക്ക് എടുത്തു കടത്തി ശരീരത്തിൻ്റെ മാംസങ്ങൾ പലതും കത്തിപ്പോയ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു സഹിച്ച ത്യാഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ കണ്ണ് നിറയും. ആ ചരിത്രമൊക്കെ പറഞ്ഞിട്ടൊരു ഖുതുബ കേട്ട് പള്ളിയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഭാര്യനോട് പറയും, എന്താ അന്നത്തെയൊക്കെ ഖുതുബ, ആ പേരൻ്റെ അപ്പുറത്ത് ആ മതിലിൻ്റെ അപ്പുറത്ത് കാണുന്ന സ്വന്തം ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ചെന്നിട്ട് അസ്സലാമു അലൈക്കും, ഞാനെന്തോ അറിയാതെ എന്നോട് പറഞ്ഞിട്ടോ, എന്നോട് പൊറുക്കണമെന്ന് പറയാനുള്ളൊരു ത്യാഗം ചെയ്യാനുള്ള മനസ്സ് പോലും സഹോദരങ്ങളെ നമുക്കില്ലെങ്കിൽ നമുക്ക് ആ സ്വർഗം കിട്ടുമോ? അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൻ്റെ മേഖല അത് നന്നാക്കാൻ, അവിടെ ഉള്ള പോരായ്മകൾ തിരുത്താൻ നമുക്ക് സാധിക്കണം. ഇതൊന്നും ഇപ്പം നമ്മളാരും ആദ്യമായിട്ടൊരു ക്ലാസ് കേൾക്കണമെന്നല്ലല്ലോ. പക്ഷെ സഹോദരങ്ങളെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ലോകത്തെ പ്രവാചകന്മാർ കഴിഞ്ഞാൽ ലോകത്ത് അല്ലാഹ് സൃഷ്ടിച്ച മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ മഹാനായ സ്വഹാബിയുടെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് കപട വിശ്വാസികൾ വ്യഭിചാരോപണം പറഞ്ഞത്.
അതിലറിഞ്ഞോ അറിയാതെയോ ഭാഗമായി പോയ ആളാണ് മിസ്തഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ചെലവിന് കൊടുത്തിരുന്നത്. സ്വന്തം മകളെക്കുറിച്ച് ഈ ആരോപണം പറയുന്നതിൽ അദ്ദേഹത്തിനും പങ്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊല്ലുന്നോ തല്ലുന്നോ ബഹിഷ്കരിക്കുന്നോ നാട് കടത്തുന്നോ ഒറ്റപ്പെടുത്തുന്നോ കൊട്ടേഷൻ കൊടുക്കുന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ ചെലവിന് കൊടുക്കൂല കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കിയിട്ട് പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടത്തിൽ പടച്ചോന് ആദരവ് തന്ന, പടച്ചോന് പ്രത്യേക പരിഗണന നിങ്ങളൊന്നും ഇങ്ങനെ തീരുമാനിക്കാൻ പാടില്ല, പുറത്തു കൊടുക്കണം. അതിനേക്കാളും വലിയ തെറ്റൊക്കെ ഉണ്ടോ നമ്മളും നമ്മളെ ജ്യേഷ്ഠനും നമ്മളും നമ്മളെ പെങ്ങളും ഒക്കെ തമ്മിലുണ്ടാകുമോ? നമ്മളും നമ്മളെ ഭാര്യയും ഭർത്താവും തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിലൊക്കെ ഇതിനേക്കാളും വലിയ എന്തെങ്കിലും തെറ്റുണ്ടോ സഹോദരങ്ങളെ? എനിക്ക് വരാനുള്ള നാളെയുടെ ജീവിതത്തിൽ എനിക്ക് വിജയിക്കാൻ ഞാനൊന്ന് പുറത്തു കൊടുക്കട്ടെ എന്ന് തീരുമാനിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം. ഇനി നമുക്കൊക്കെ കുറേ ബാധ്യതകളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഭാര്യയും മക്കളും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഇണകൾ ഉത്തരവാദിത്തമാണ്. ഇതിൻ്റെ എല്ലാ വിഷയം കൂടെയും പറയാൻ നമുക്ക് മനപ്പാടുള്ള ഒറ്റ ആയത്ത് നമ്മൾ ചിന്തിച്ചാൽ മതി. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ. എന്താ പ്രാർത്ഥന? പടച്ചോനെ, ഇണകളിൽ നിന്ന് മക്കളിൽ നിന്ന് എനിക്ക് കൺകുളിർമ കിട്ടണേ. ഇതല്ലേ നമ്മളെ പ്രാർത്ഥന? സാധനങ്ങളെ, ഈ പ്രാർത്ഥന മുന്നിൽ വെച്ച് രണ്ട് കാര്യം നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഒന്ന്, ഞാൻ എന്താ തേടുന്നത്? ഞാൻ പടച്ചോനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ എൻ്റെ ഭാര്യ ഉണ്ടല്ലോ, എൻ്റെ ഭാര്യനെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷവും ഒരു കൺകുളിർമയും എനിക്കൊരു റാഹത്തിൻ്റെ മനസ്സ് തരണേ. അത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി തീരുമാനിച്ചാൽ മതി. പടച്ചോനെ, ഇത് ഓളും പ്രാർത്ഥിക്കുന്നുണ്ടാവില്ലേ, ഇതിൻ്റെ ഭാര്യയും പ്രാർത്ഥിക്കുന്നുണ്ടാവില്ലേ, എന്നിട്ട് ഓൾക്കൊരു സമാധാനവും സന്തോഷവും കൺകുളിർമയും കിട്ടണ കോലത്തിൽ ഞാൻ ജീവിക്കുന്നു കൂടി നമ്മൾ തീരുമാനിച്ചാൽ മതി. ഓരോ പെണ്ണും പ്രാർത്ഥിക്കുന്നില്ലേ, പടച്ചോനെ എൻ്റെ ഭർത്താവിൽ നിന്ന് ഈ ഒരു സമാധാനവും സന്തോഷവും കൺകുളിർമയും എനിക്ക് തരണമെന്ന്. അത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ പെണ്ണ് തീരുമാനിച്ചാൽ പോരെ, പടച്ചോനെ ഇത് അയാളും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അയാൾക്കൊരു കൺകുളിർമയും സന്തോഷവും സമാധാനവും ആശ്വാസമൊക്കെ കിട്ടണ രൂപത്തിലുള്ളൊരു ജീവിതം ഞാനും മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ പെണ്ണ് തീരുമാനിച്ചാൽ. ഇനിയോ മക്കളിൽ നിന്ന് കൺകുളിർമട്ടണം. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ എൻ്റെ കുട്ടികളെ കാണുമ്പോൾ, എൻ്റെ കുട്ടികളെ വിവരങ്ങൾ കേൾക്കുമ്പോൾ, എൻ്റെ കുട്ടികളെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, ഓലെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് കേൾക്കുമ്പോൾ, ഓലെ ജീവിതം അങ്ങനെ കാണുമ്പോൾ പടച്ചോനെ മനസ്സിന് സമാധാനിക്കാനും സന്തോഷിക്കാനൊക്കെ ഉള്ളൊരു അവസരം തരണേന്നല്ലേ പ്രാർത്ഥന. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സഹോദരങ്ങളെ തിരിച്ചു നമ്മൾ ചിന്തിച്ചൂടെ, പടച്ചോനെ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എന്നെ കാണുമ്പോൾ ഒരു സന്തോഷവും സമാധാനവും കൊടുക്കാനും എന്നെ കൊണ്ട് കഴിയണേ. ആ ഒരൊറ്റ പ്രാർത്ഥന ആത്മാർത്ഥമായി നമ്മൾ നിർവഹിക്കുമ്പോൾ, ഈ ചിന്തയോടുകൂടി നിർവഹിച്ചാൽ സഹോദരങ്ങളെ രണ്ടൂട്ടർക്കും കിട്ടൂല ഈ സമാധാനവും സന്തോഷവും. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബാധ്യതയെക്കുറിച്ച് പറയുമ്പോഴൊക്കെയും നമ്മളെ കുട്ടികളെ നമ്മളോട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഞാനാകുന്ന മകൻ എൻ്റെ ഉമ്മയോടും ബാപ്പയോടും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങണം. ഒരു നല്ല മകനാകാൻ എന്നെ കൊണ്ട് പറ്റിയോ? ഒരു നല്ല ബാപ്പയാകാൻ ഉമ്മയാകാൻ എനിക്ക് കഴിഞ്ഞോ? എനിക്ക് എൻ്റെ ഭാര്യയെ എൻ്റെ ഭർത്താവിനെ നല്ല നിലക്കൊന്ന് പരിഗണിക്കണ അവസ്ഥ എൻ്റെ അടുത്തുണ്ടോ? ഞാൻ ദീനിൻ്റെ എല്ലാ രംഗങ്ങളിലുണ്ട്, പക്ഷേ ഓൾക്കിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, ഖിയാറുക്കും ലിനിസാഇഹിം, സ്വന്തം പെണ്ണുങ്ങളെക്കുറിച്ച് എന്താ അഭിപ്രായം പറയണത് അതാണ് നിങ്ങളെ സ്വഭാവം എന്നാണ്. നമ്മളെ ഭാര്യയ്ക്ക് നമ്മളെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ വിജയിച്ചിട്ടുണ്ടോ? ഒരു ഉപ്പ എന്നുള്ള നിലയ്ക്ക് ഞാൻ വിജയിച്ചിട്ടുണ്ടോ? ഒരു ഉമ്മ എന്ന നിലയ്ക്ക് എനിക്ക് വിജയിക്കാൻ പറ്റുമോ? ഒരു മകൾ എന്ന നിലയ്ക്ക് എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും സന്തോഷത്തിന് കാരണക്കാരനാകാൻ എന്നെ കൊണ്ട് കഴിഞ്ഞോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട സഹോദരങ്ങളെ. അങ്ങനെ എല്ലാ തലങ്ങളിലും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് അയൽവാസികൾ നമ്മളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ, നമ്മൾ സാധനം വാങ്ങാൻ പോണ കടയിലത്തെ മനുഷ്യന്മാർ നമ്മളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നമ്മളെ കടയിൽ സാധനം വാങ്ങാൻ വരുന്ന നമ്മുടെ കസ്റ്റമറോട് നമ്മളെക്കുറിച്ച് ചോദിക്കുമ്പോൾ, നമ്മൾ ഓടിക്കുന്ന ഓട്ടോറിക്ഷയിൽ കയറിയ യാത്രക്കാരോട് നമ്മളെക്കുറിച്ച് ചോദിക്കുമ്പോൾ, നമ്മൾ ആരോടൊക്കെ പരിചയപ്പെട്ടോ ഓരോടൊക്കെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് പാലിക്കേണ്ട ബന്ധങ്ങളും ബാധ്യതകളൊക്കെ നിലനിർത്തി പോകാൻ നമുക്ക് പറ്റും. ഇതൊക്കെ നമ്മളെ സ്വർഗത്തിന് അനിവാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ എല്ലായിടത്തും ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ പരലോകത്തിന് വേണ്ടി നാളെയുടെ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ.
ഈ ഒരുക്കങ്ങളൊക്കെ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ആ അടിത്തറ ഭദ്രമല്ല എങ്കിൽ ഈ ഒരുക്കങ്ങൾക്കൊന്നും ഒരു കാര്യമില്ല. അത് നമ്മുടെ തൗഹീദാണ്. നമ്മൾ നന്നായിട്ട് നിസ്കരിക്കുന്നു, ഫർളും സുന്നത്തും നിസ്കരിക്കുന്നു, അദ്കാറുകൾ ചൊല്ലുന്നു, ഖുർആൻ ഓതുന്നു, നമ്മൾ കൊണ്ടാവണ വിധത്തിൽ സ്വതക്കയുടെ കാര്യം ശ്രദ്ധിക്കുന്നു, സക്കാത്ത് കണക്ക് നോക്കി കൊടുക്കുന്നു, ഉമ്മയോട് പുഞ്ചിരിച്ചിട്ടല്ലാതെ സംസാരിക്കാറില്ല, ബാപ്പായെ പരിഗണിക്കാതിരുന്നിട്ടില്ല, ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ബാധ്യത നിർവഹിക്കുന്നിടത്ത് സജീവ ശ്രദ്ധയുണ്ട്. വീട്ടിലൊരു തമ്മാടിത്ത് ഒരനാവശ്യവും കൊണ്ടുവരാൻ നമ്മൾ അനുവദിക്കാറില്ല. നാട്ടിലെ കല്യാണങ്ങൾ എങ്ങനെ നടന്നാലും എൻ്റെ വീട്ടിലെ കല്യാണത്തിന് മ്യൂസിക്കും പാട്ടും ചാടിക്കളിക്കലും, അവിടെ ഹെൽദി മെഹന്തിയും അറബി കല്യാണവും, അവിടെ ബ്രൈറ്റ് ടു ബിയും അങ്ങനത്തെ തോന്നിയാസങ്ങളൊന്നും എൻ്റെ പെരയിൽ ഉണ്ടാവില്ല. ഒക്കെ തീരുമാനിച്ച് നമ്മൾ പോകേണ്ടത്, അൽഹംദുലില്ലാ. പക്ഷേ ഇതിൻ്റെയൊക്കെ കൂലി കിട്ടിയ എപ്പോഴാണ്? യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ശിർക്ക് ചെയ്തോ പിന്നെ ഓൻ്റെ എന്ത് കാര്യം നോക്കിയിട്ടും കാര്യമില്ല, ഓനക്ക് സ്വർഗ്ഗം നിഷിദ്ധാണെന്നാണ്. ആ ശിർക്കില്ലാത്തൊരു വിശ്വാസം, അള്ളാഹുവേ എന്ന് വിളിക്കേണ്ടിടത്ത് പടച്ചോനെ മാത്രം വിളിക്കണ ഒരു സ്വഭാവം നമുക്കുണ്ടോ? അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കുന്ന, പടച്ചോൻ്റെ മുന്നിൽ മാത്രം സുജൂദ് ചെയ്യുന്ന, ഒരേലസും ഐക്കല്ലും ചരടും നൂലും ശരീരത്തിലില്ലാത്ത, പടച്ചോനെ പിടിച്ചല്ലാതെ മറ്റൊരാളെ പേരിലും സത്യം ചെയ്യാത്ത, കറകളഞ്ഞ മുവഹിദാകാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ. അത് നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാൻ പറ്റണം. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഒരു പോരായ്മയും സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതാണ് ഒന്നാമത്തെ ഒരുക്കം. ഈ കെട്ടിടം ഇത് ഉയർന്നു പൊങ്ങിയപ്പോൾ ആദ്യം എടുത്ത പണി കുറച്ചുകൊണ്ട് താഴേക്ക് കുഴിച്ചെടുത്തിട്ട് അവിടുന്നാണ് പണി തുടങ്ങിയത്. ആ പണിയാണ് തൗഹീദ് നന്നാക്കൽ. എന്നിട്ട് നിസ്കരിക്കണം, എന്നിട്ട് നോമ്പെടുക്കണം, എന്നിട്ട് സ്വതക്കയും സക്കാത്തും കൊടുക്കണം, എന്നിട്ട് ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും പടച്ചോനെ പേടിച്ച് ജീവിക്കണം. ഏത് രാത്രി എവിടെ ഒറ്റപ്പെട്ടു പോയാലും, എന്തൊക്കെ ഫോണും ഇൻ്റർനെറ്റും സംവിധാനവും നമ്മുടെ കയ്യിലുണ്ടെങ്കിലും പടച്ചോന് ഇഷ്ടമല്ലാത്ത ഒന്നും ഞാൻ കാണൂല തീരുമാനിക്കണം. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു ബന്ധവും ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കൂല എന്ന് നമ്മൾ തീരുമാനിക്കണം. പക്ഷേ അതിൻ്റെയൊക്കെ കൂലിട്ടണമെങ്കിൽ എൻ്റെ തൗഹീദ് കറകളഞ്ഞ തൗഹീദാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. സഹോദരങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ 3 കഷ്ണം തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞ ഖബറിൽ കൊണ്ടുപോയി വെച്ച് മൂടുകല്ലും വെച്ച് മണ്ണും വാരിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ തിരിച്ചു പോരുമ്പോൾ വയബ്ഖാ അമലുഹു, അമല് മാത്രം ബാക്കിയാകുന്നൊരു ലോകം എനിക്ക് വരാനുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ആ അമല് മാത്രം ബാക്കിയാകുന്ന ആ പരലോകത്തേക്ക് ഒരുങ്ങാൻ പടച്ച റബ്ബ് തന്ന അവസരമാണ് ഈ ജീവിതത്തിലെ ഓരോ സെക്കൻഡും എന്ന് തിരിച്ചറിഞ്ഞ് നാളെയുടെ ജീവിതത്തിന് ഒരുങ്ങുന്ന ആ ബുദ്ധിയുള്ള ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കുടുംബത്തിൽ രോഗത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കെല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും പടച്ച റബ്ബ് മഗ്ഫിറത്ത് നൽകി മർഹമത്ത് നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എല്ലാം ഖബറിടങ്ങൾക്ക് സ്വർഗീയമായ വിശാലത നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലയുടെ വക്താക്കളായി ജീവിക്കാനും ലാ ഇലാഹ ഇല്ലല്ല പ്രഖ്യാപിച്ച് മരണത്തെ സ്വീകരിക്കാനും ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല പ്രായമായിട്ടും വിവാഹിതരാകാത്ത നമ്മുടെ കൂട്ടത്തിലെ എല്ലാവർക്കും സ്വാലിഹ്യങ്ങളായി ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹ ജീവിതം തുടങ്ങി കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ സ്വന്തം ഇണകളെ വേർപിരിഞ്ഞു പോയ, മരണപ്പെട്ടു പോയ ആളുകളുണ്ടാകും. നാളെ പരലോകത്ത് വീണ്ടും ഇണകളായി ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹിതരായി ജീവിച്ചിട്ടും ഇത്രയും കാലമായിട്ടും ഒരു കുട്ടിയെ കിട്ടി സന്തോഷിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ടാകും. അള്ളാഹു എല്ലാവർക്കും സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ മക്കളെ സ്വാലിഹീങ്ങളായി വളർത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് കൺകുളിർമ നൽകുന്ന മക്കളായി വളരാൻ നമ്മയും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഫലസ്തീൻ അടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന
നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.